Okay, guys. We start with the comparison between electric dipole and magnetic dipole. So we stop with this point, right? So I hope you remember this torque equation. I'm damn sure you don't know about the potential energy equation. So we are going to derive this equation, but it's a lengthy, small lengthier process. It's a little bit, what do you say? We are going to compare with the 11th section, that is 11th chapter, 11th class section, that is oscillations chapter. You have to remember the equation for oscillatory motions equation. Okay, now let's move on. Now we are going to consider the same topic, what it is magnetic dipole in an external uniform magnetic field. So uniform magnetic field, etc. See guys, we are just giving a direction. How can I know by looking at the magnetic field lines what is the strength of the magnetic field? No, you can never understand the magnitude. You can just get the direction of the magnetic field, right? സപ്പോസ് ഇങ്ങനെയാണ് നമ്മുടെ കയ്യിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഡയറക്ഷൻ ആയിക്കോട്ടെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, തമ്പ് റൂളൊക്കെ യൂസ് ചെയ്ത് ടാൻജൻഷ്യൽ ആയെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡൊക്കെ നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഒരു മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് ഏതിൻ്റെ കേസിൽ, ഒരു സാധാരണ എൻ്റെ കയ്യിലുള്ളൊരു ഒരു മാഗ്നറ്റിക് ഡൈപോൾ, അതായത് നമ്മുടെ കേസിൽ സാധാരണ ഒരു ബാർ മാഗ്നറ്റ് കണ്ടത് അല്ലെങ്കിൽ അത് വെച്ചിട്ട് നമുക്കത് കാരണം ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് മാഗ്നറ്റ്യൂഡ് എത്രയാണെന്ന് നമുക്ക് ഇതുവരെ ഡിറൈവ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ആക്സിയൽ പോയിന്റ് ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടല്ലോ. ഐ എം ജസ്റ്റ് ഗിവിങ് വെൻ വാട്ട് ഹാപ്പൻസ് വാട്ട് ഈസ് ദ മാഗ്നറ്റ്യൂഡ് ഓഫ് എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. എന്ത് കാരണം? ഒരു ബാർ മാഗ്നറ്റ് കാരണം, റൈറ്റ്. അപ്പോൾ എന്താണ് ഉണ്ടാവാൻ പോകുന്ന ഒരു ബാർ മാഗ്നറ്റ് ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം അറിയാം. ഒരു കോയിലാണ് വെച്ചിരുന്നത് മാഗ്നറ്റിക് ഫീൽഡിൽ, അല്ലെങ്കിൽ ആ കോയിൽ എന്ത് ചെയ്യും, റൊട്ടേറ്റ് ചെയ്യും, ഓർ ഇറ്റ് ഈസ് എക്സ്പീരിയൻസിങ് എ ടോർക്ക് അല്ലേ. അതേമാതിരി തന്നെ ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇങ്ങനൊരു മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ടെങ്കിൽ ഇറ്റ്സ് ഇക്വിഡിസ്റ്റൻ്റ് ആയിട്ട് വരച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് മീൻസ് ഇറ്റ് ഇസ് എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്, റൈറ്റ്. ഇതിൽ ഞാനൊരു കോമ്പസ് വെക്കുകയാണ്. കോമ്പസിന് എന്ത് പ്രോപ്പർട്ടിയുള്ള നോർത്ത് സൗത്ത് പോൾ ഉണ്ട്. സോ ഇറ്റ് ഇസ് എ മാഗ്നറ്റ് ആസ് ഇറ്റ് ഇസ്. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു കോമ്പസ് വയ്ക്കാമെന്ന് വിചാരിക്കും, റൈറ്റ്. ക്ലിയർ? അപ്പോൾ ഈ കോമ്പസ് ഇറ്റ് ഇസ് മേക്കിംഗ് ആൻ ആംഗിൾ തീറ്റ വിത്ത് ദിസ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ എന്താണിത് അനുഭവിച്ചിട്ടുണ്ടാവുക നമുക്കറിയാം, റൈറ്റ്. ഇറ്റ് റൊട്ടേറ്റ്സ്. അപ്പോൾ അതിന് എന്തുണ്ടാവും? ടോർക്ക് ഉണ്ടാവും അല്ലേ, ടോർക്ക് ഉണ്ടാവും. ആ ടോർക്കിൻ്റെ ഇക്വേഷൻ എന്താ? ടോർക്ക് ഇസ് ഈക്വൽ ടു എം ക്രോസ് വി, വേർ ഇസ് എം ഇസ് എ മാഗ്നറ്റിക് മൊമെൻറ്റ് ഓഫ് ദിസ് ഡൈപോൾ അല്ലേ. നോർത്ത് സൗത്ത് ഇതിങ്ങനെയാണെന്ന് വിചാരിക്കുക, നോർത്ത് സൗത്ത് ആണെന്ന് വിചാരിക്കുക, റൈറ്റ്. അപ്പോൾ എം ബി എന്ന് പറയുന്നതാണ് ഈ മാഗ്നറ്റിക് ഫീൽഡ്, റൈറ്റ്. ഇത് നമുക്കറിയാവുന്ന കേസാണല്ലോ. പക്ഷെ ഒരു ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യണമെന്ന് വിചാരിക്കുക. ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഇത് ടോർക്ക് കാരണം സപ്പോസ് ഇങ്ങനെയാണ് കറങ്ങിയതെങ്കിൽ എന്ത് ചെയ്തിരിക്കണം? തിരിച്ചത് എൻ്റെ പഴയ പൊസിഷനിൽ വന്നിരിക്കണം അല്ലേ, ബിക്കോസ് ഇറ്റ്സ് എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. സോ ഇറ്റ് ഹാസ് ടു ബി റീസ്റ്റോർഡ് ടു ഇറ്റ്സ് ഇനീഷ്യൽ പൊസിഷൻ അല്ലേ. അതിനർത്ഥം ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു ടോർക്ക് ഇരിക്കുകയാണെങ്കിൽ അതിന് എന്ത് ടെൻഡൻസി ഉണ്ടാവും എന്ന് പറയണേ? അതിനൊരു ഓസിലേറ്റിംഗ് ടെൻഡൻസി ഉണ്ടാവും എന്ന് പറയണത്. അതായത് ടു ആൻഡ് ഫ്രോ ഇങ്ങനെ. ക്ലിയർ ആവുന്ന വീക്കിന്. സോ ശ്രദ്ധിക്കുക, ഇത് കറണ്ട് ക്യാരിയിങ് കോയിലിൻ്റെ കാര്യമല്ല പറയണത്, ഒരു സാധാരണ ബാർ മാഗ്നറ്റിൻ്റെ കേസാണ് പറയുന്നത്. സാധാരണ ബാർ മാഗ്നറ്റിന് ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ടുവന്ന് വെച്ചപ്പോൾ ഇറ്റ് വാസ് ഫൗണ്ട് ദാറ്റ് ഇറ്റ് ഈസ് സഡൻലി ഓസിലേറ്റിംഗ് ഉണ്ടെങ്കിൽ അതിനൊരു പ്രത്യേക ടൈം പീരീഡ് ഉണ്ടാവണം, പ്രത്യേക ഓസിലേറ്ററി ഫ്രീക്വൻസി ഉണ്ടാവണം അല്ലേ. അപ്പോൾ ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യണമെങ്കിൽ ഏതെങ്കിലും ഒരു ഫോഴ്സ് ഫോർവേഡ് പുഷ് ചെയ്യണം, ഏതെങ്കിലും ഒരു ഫോഴ്സ് തിരിച്ച് അതിനെ പഴയ രൂപത്തിലേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടാവണം. ഫോർവേഡ് ഫോഴ്സ് ചെയ്യണത് നമുക്ക് ഈ ടോർക്കാണെന്ന് പറയുകയാണെങ്കിൽ ദർ ഇസ് എൻ അനദർ ടോർക്ക് വിച്ച് ഇസ് ബ്രിങ്ങിങ് ഇറ്റ് ബാക്ക് ടു ഇറ്റ്സ് ഇനീഷ്യൽ പൊസിഷൻ. ലെറ്റ്സ് സേ ദാറ്റ് ഈസ് ദ റീസ്റ്റോറിങ് ടോർക്ക്. ഇതിന് റീസ്റ്റോറിങ് ടോർക്ക് എന്ന് പറയുകയാണ്, റൈറ്റ്. ആ റീസ്റ്റോറിങ് ടോർക്ക് രണ്ട് ക്രൈറ്റീരിയസിലാണ് ഡിപ്പെൻഡ് ചെയ്യണത്. ദാറ്റ് ഈസ് ഐ ഇൻറ്റു ആൽഫ. ഐ ഹോപ്പ് യു റിമെമ്പർ ഐ എന്ന മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ, റൈറ്റ്. മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ റൊട്ടേറ്ററി മോഷൻ അല്ലേ, റൈറ്റ്. അപ്പോൾ എന്താ റീസ്റ്റോറിങ് സെക്ഷൻ ടോർക്ക് ഇസ് ഈക്വൽ ടു ഐ ആൽഫ. നിങ്ങൾ 11th പഠിച്ചിട്ടുള്ളതാണ്. സോ ഐ ഇസ് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ ബാർ, ഇതൊന്ന് റോഡായിട്ട് കൺസിഡർ ചെയ്യണം കേട്ടോ. ആൻഡ് ആൽഫ ഇസ് ദ ആംഗുലാർ ആക്സലറേഷൻ, റൈറ്റ്. അപ്പോൾ ഈ ആൽഫേനെ എനിക്ക് എന്തെന്ന് എഴുതാം? ഇവിടെ ആൽഫയായിട്ടുള്ള നമുക്ക് എഴുതാൻ പറ്റും, തീറ്റേൻ്റെ ഫോമിലേക്ക് എഴുതണം. സോ ഇറ്റ് ഈസ് ഡി സ്ക്വയർ ഡി തീറ്റ ബൈ ഡി ടി സ്ക്വയർ അല്ലേ. തീറ്റ ഇസ് ദ വേർഡ് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ്. ക്ലിയർ ആവുകൊണ്ട് വിചാരിക്കുന്നത്, റൈറ്റ്. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? അപ്പോൾ ഓസിലേറ്റ് ചെയ്യണം അല്ലേ. സോ ടു ആൻഡ് ഫ്രോ. അപ്പോൾ ഫോർവേഡ് മോഷൻ്റെ ടോർക്ക് ഷുഡ് ബി ഈക്വൽ ടു ദ റീസ്റ്റോറിങ് ടോർക്ക്. എന്നാൽ ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് വരുള്ളൂ. സോ ടി ഒ ഇസ് ഈക്വൽ ടു
അല്ലേ? ഇതിനെ നമുക്ക് എന്ത് എഴുതാം? എം ക്രോസ് ബി അല്ലേ? സോ ഐ വിൽ റൈറ്റ് ഇറ്റ് ആസ് എം ബി സൈൻ തീറ്റ അല്ലേ? അപ്പോൾ എനിക്കിവിടെ എന്ത് എഴുതാം? എം ബി സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ, റൈറ്റ്? എന്നാലേ ഈ കുലിബ്രത്തിൽ വരുള്ളൂ. ഇനി ഇനി ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനുണ്ട്. ഈ ഡയറക്ഷൻ ഫോർവേഡ് ഞാൻ പ്ലസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഈ ഡയറക്ഷൻ ബാക്ക്വേർഡ് ഡയറക്ഷൻ എന്തായിരിക്കും? മൈനസ് ആയിരിക്കും അല്ലേ? സോ ഇതിനൊക്കെ എനിക്ക് മൈനസ് എന്ന് എഴുതേണ്ടി വരും. സോ മൈനസ്, ക്ലിയർ, റൈറ്റ്? ഇനി സോ ഈ സൈൻ തീറ്റ, ഈ തീറ്റ എന്ന് പറഞ്ഞ ആംഗിൾ വളരെ ചെറുതാണെങ്കിൽ എനിക്ക് സൈൻ തീറ്റേനെ പകരം എന്തെന്ന് എഴുതാം? എം ബി തീറ്റ ഇസ് ഈക്വൽ ടു മൈനസ് ഐ ഡി സ്ക്വയർ ഡി തീറ്റ ബൈ ഡി ടി സ്ക്വയർ എന്ന് എഴുതാം. ക്ലിയർ ആവുമെന്ന് ചോദിക്കുന്നു, റൈറ്റ്? ഇനിയാണ് നമുക്ക് കുറച്ച് ഞാൻ പറഞ്ഞ +1 നമുക്ക് ചാപ്റ്റർ ഓർമ്മ വരേണ്ടത്. ഇതിൽ നിന്ന് ഞാൻ ഡി തീറ്റ സ്ക്വയറിൽ ഡി സ്ക്വയർ ഡി തീറ്റ ബൈ ഡി ടി സ്ക്വയറിന് ഒരു സൈഡിലേക്ക് കൊണ്ടുവരാൻ പോവുക. മൈനസ് എം ബി, സോറി ക്യാപിറ്റൽ ലെറ്റർ ആയിക്കോട്ടെ കേട്ടോ, മൈനസ് എം ബി തീറ്റ ബൈ ഐ എന്ന് പറഞ്ഞു, റൈറ്റ്? പ്ലീസ് റിമെമ്പർ ദ ബേസിക് ഇക്വേഷൻ ഓഫ് യുവർ ഓസിലേറ്ററി മോഷൻ. ഓർമ്മയില്ലെങ്കിൽ നോക്കുക. ഡി സ്ക്വയർഡ് എക്സ് ബൈ ഡി ടി സ്ക്വയർഡ് ഇസ് ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർഡ് എക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഇക്വേഷൻ ഉണ്ടായിട്ടുണ്ട്. ഇഫ് യു ഡോണ്ട് റിമെമ്പർ പ്ലീസ് ഗോ ബാക്ക് ടു യുവർ 11th ക്വസ്റ്റ്യൻസ്, റൈറ്റ്? അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസിന് ഞാൻ കമ്പയർ ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ എക്സിൻ്റെ സ്ഥലത്ത് ഡി തീറ്റയാണ് അല്ലേ? അപ്പോൾ ഒമേഗ സ്ക്വയർഡ് എന്തിൻ്റെ ആയിട്ടായിരിക്കുന്നത്? എം ബി ബൈ ഐ. സോ ഒമേഗ ദാറ്റ് ഈസ് ഓസിലേറ്റിംഗ് ഫ്രീക്വൻസി അല്ലേ, വെലോസിറ്റി, സോറി. അപ്പോൾ ഒമേഗ സ്ക്വയർഡ് ഇസ് ഈക്വൽ ടു എം ബി ബൈ ഐ ആണോ? റൈറ്റ്. അപ്പോൾ ഈ ഒന്നെങ്കിൽ അപ്പോൾ നിങ്ങളോട് ചില പരീക്ഷകൾ ഡയറക്റ്റായിട്ട് ചോദിക്കും, ഓസിലേറ്റിംഗ് വെലോസിറ്റി എടുക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് റൂട്ട് എം ബി ബൈ ഐ. ഇതെവിടെയെങ്കിലും യു ക്യാൻ മാർക്ക് ഇറ്റ്, മേക്ക് ഇറ്റ് അറ്റ് ബ്ലോക്ക് ആൻഡ് സേവ് ഇറ്റ്. ദാറ്റ് ഈസ് ഇഫ് യു ആർ ഗിവൻ എ ബാർ മാഗ്നറ്റ്, അതായത് നിങ്ങൾക്ക് ഇങ്ങനെ തരും, ഒരു ബാർ മാഗ്നറ്റ് തരും, അതിൻ്റെ ലെങ്ത് ഇത്രയാണെന്ന് വന്നിട്ടുണ്ടാവും. ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ബി തന്നിട്ടുണ്ടാവും. അപ്പോൾ ആൻഡ് യു ആർ ആസ്ക്ഡ് ഇറ്റ് വാട്ട് ഇസ് ദ ഒമേഗ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ബി നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, എം നിങ്ങൾക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? പോൾ സ്ട്രെങ്ത് തന്നിട്ടുണ്ടാവും ഇൻറ്റു ഡിസ്റ്റൻസ്, റൈറ്റ്? പിന്നെ ഐ എന്ന് പറഞ്ഞാൽ എന്താ? മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ +1 കാര്യങ്ങൾ ഓർത്തിരിക്കണം. ml²/12 എന്നൊക്കെ എടുത്തിട്ടുള്ളതാണ്, റൈറ്റ്? എനിവേസ് എന്തായി? ഓക്കെ. സോ ഇനി ഈ ഇക്വേഷൻ ഒന്ന് കൂടിയിട്ടോ. ഒമേഗ സ്ക്വയർഡ് ഐ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്താവും? ഒമേഗ സ്ക്വയർഡ് ഐ ഇസ് ഈക്വൽ ടു എം ബി അല്ലേ? ഇനി ഓർ ബി ഇസ് ഈക്വൽ ടു ഒമേഗ സ്ക്വയർഡ് ഐ ബൈ എം, റൈറ്റ്? കീപ്പ് ഇറ്റ് ഇൻ എ ബ്ലോക്ക്, റൈറ്റ്? ഇനി ഈ ഒമേഗയ്ക്ക് പകരം എനിക്ക് എന്ത് എഴുതാം? 2π/t. ടൈം പീരീഡ് ആണെന്ന് നിങ്ങൾക്ക് ചോദിക്കണമെങ്കിലാണ് കേട്ടോ. ബി ഇസ് ഈക്വൽ ടു ഒമേഗയ്ക്ക് പകരം 2π/t whole squared I divided by m. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബി ഇസ് ഈക്വൽ ടു 4π² I divided by m t squared എന്ന് കിട്ടും. That is the equation for magnetic field due to magnetic field or a uniform magnetic field which will be acting on a bar magnet, right? അതായത് നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ കയ്യിൽ ഒരു ബാർ മാഗ്നറ്റ് ഉണ്ട്, അത് എക്സിസ്റ്റ് ചെയ്യാൻ പോണ മാഗ്നറ്റിക് ഫീൽഡ് ഇതാണെന്ന് പറഞ്ഞിട്ട് തന്നിട്ടുള്ളൂ. യു ഡോണ്ട് നോ വാട്ട് ഇസ് എ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഫീൽഡ് വിച്ച് ഇസ് എക്സിസ്റ്റിംഗ് അറൗണ്ട് ദാറ്റ് ഓർ വാട്ട് ഇസ് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് മാഗ്നിറ്റ്യൂഡ് തരില്ല അല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ്. ശ്രദ്ധിക്കുക, ഇത് ബാർ മാഗ്നറ്റ് കാരണം ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് അല്ല കേട്ടോ. Clear? This is just expression of a magnetic field or a uniform magnetic field. ഒരു ഡൈപോൾ എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഡൈപോളിന് താങ്ങാവുന്ന മാക്സിമം മാഗ്നറ്റിക് ഫീൽഡാണ് ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആവുണ്ടല്ലോ? ഇറ്റ് ഈസ് നോട്ട് ദ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ ബാർ മാഗ്നറ്റ്, ഇറ്റ് ഈസ് എ മാഗ്നറ്റിക് ഫീൽഡ് ഇൻ വിച്ച് ദാറ്റ് ബാർ മാഗ്നറ്റ് ക്യാൻ എക്സിസ്റ്റ്. ക്ലിയർ? അപ്പോൾ അതിനെ ടോളറേറ്റ് ചെയ്യാവുന്ന അല്ലേ? അപ്പോൾ ഈ നോക്കിയ ഈ ഇക്വേഷനിൽ നിന്ന് എനിക്ക് എന്ത് എഴുതാം? ടൈം പീരീഡ് എഴുതാം. എഴുതിക്കൂടെ? T, right? T squared ഇപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും? ഇറ്റ് ഇസ് 4π² I divided by mb എന്ന് എഴുതും. ഓർ ഐ ക്യാൻ റൈറ്റ് T is equal to, right? ഇതിൽ നിന്ന് 2π പുറത്തേക്ക് വരും, √I/mb. That is the time period of oscillation of a bar magnet which is in the external magnetic field. ഒരു external magnetic field ഇരിക്കുമ്പോൾ ഒരു ബാർ മാഗ്നറ്റ് ഓസിലേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ.
ഓസിലേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് എത്ര ടൈം പീരീഡിലാണ് ഓസിലേറ്റ് ചെയ്യുക എന്നുള്ളതിൻ്റെ എക്സ്പ്രഷനാണിത്, റൈറ്റ്. ഓസിലേറ്റ് ചെയ്യണ വെലോസിറ്റീൻ്റെ ഇക്വേഷനാണിത്. ക്ലിയർ, റൈറ്റ്. നൗ ലെറ്റ്സ് മൂവ് ഓൺ. നൗ ഇതേ ഇക്വേഷൻ വെച്ചിട്ട് നൗ വി ആർ ഗോയിങ് ഫോർ എന്താണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ ടോർക്കിൻ്റെ കഴിഞ്ഞിട്ട് നമ്മൾ ടേം കൂടി പറഞ്ഞിരുന്നു, ഓർമ്മ ഉണ്ടാവും, പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞിട്ട് അത് നമ്മൾ ഡിറൈവ് ചെയ്തിട്ടില്ല അല്ലേ. സോ വാട്ട് ഈസ് എ മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ എനർജി? മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ എനർജി നമ്മൾ UM എന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ പോവാണ്, റൈറ്റ്. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡ്യൂ ടു ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് വർക്കാണല്ലേ. അപ്പോൾ നമുക്ക് വർക്കുമായിട്ട് നമ്മൾ പൊട്ടൻഷ്യൽ എനർജീനെ റിലേറ്റ് ചെയ്യാം അല്ലേ. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി വർക്കിനുമായിട്ട് റിലേറ്റ് ചെയ്യുമ്പോൾ എന്താ ചെയ്താൽ വർക്കിൻ്റെ ഒരു ക്വസ്റ്റൻ എന്താ, ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് അല്ലേ. അപ്പോൾ ഇവിടെ ഫോഴ്സ് എന്താ, ടോർക്കായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. പിന്നെ ചെറിയ എലമെൻ്റ് അല്ലേ നമ്മൾ d θ വെച്ചിട്ടൊക്കെ അല്ലേ നമ്മൾ എടുത്തത്. സോ എന്ത് ചെയ്യേണ്ടി വരും, ഇൻറ്റഗ്രൽ ഫോഴ്സ് ടോർക്ക് ഇൻറ്റു d θ ഡിസ്പ്ലേസ്മെൻറ്റ്, റൈറ്റ്. സോ ടോർക്കിന് പകരം ഞാൻ എന്ത് ചെയ്താൽ പോവാ, mb sin θ, റൈറ്റ്, d θ. ചില ബുക്കിൽ ക്യാപിറ്റൽ എമ്മിന് പകരം സ്മോൾ എം എഴുതിയിട്ടുണ്ട് കേട്ടോ, ഇറ്റ്സ് ഓക്കെ, റൈറ്റ്. സോ ഇൻറ്റഗ്രൽ സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റയാണ്. അപ്പോൾ MB കോസ് തീറ്റ അല്ലേ, ഇവിടെ കൂടെ ഒരു മൈനസ് ഉണ്ടാവും. കോസ് തീറ്റ ആണെങ്കിൽ ഇറ്റ് ഇസ് എ ഡോട്ട് പ്രൊഡക്റ്റ്, റൈറ്റ്. സോ ഇറ്റ് ഇസ് മൈനസ് M dot P. ദാറ്റ് ഈസ് യുവർ ഇക്വേഷൻ ഫോർ പൊട്ടൻഷ്യൽ, മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ എനർജി UM. ഇതാണ് നമ്മൾ കമ്പാരിസണിൻ്റെ കേസിൽ ഞാൻ എടുത്തിരുന്നത്. സോ പഠിക്കാൻ സുഖമാണ് വെൻ യു കമ്പയർ ഇറ്റ് വിത്ത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഓർ ഡൈപോളിൻ്റെ ഇക്വേഷനായിട്ട് കമ്പയർ ചെയ്ത് പഠിക്കായിരിക്കും എളുപ്പം. ഇനി ഇതിന് 3 കേസസ് ഉണ്ട് കേട്ടോ, ജസ്റ്റ് ലൈക്ക് ഇൻ ദ ഇലക്ട്രിക് ഡൈപോൾ കേസസ്. അപ്പോൾ സ്റ്റേബിൾ അൺസ്റ്റേബിൾ കേസസും കൂടെ നമ്മളതിൽ ഡിലേറ്റ് ചെയ്യും, റൈറ്റ്. ഫസ്റ്റ് കേസ് ഇസ് വെൻ θ is 90 ഡിഗ്രി. അതായത് ഇതാണ് എൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്, എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വിച്ച് ഇസ് യൂണിഫോം. അതിൽ ഞാൻ ഡൈപോളിനെ വെക്കാൻ പോകുന്നത് ഇങ്ങനെയാണ്. സോ ദാറ്റ് സൗത്ത് ഇവിടെ ഇരുന്നോട്ട്, നോർത്ത് ഇവിടെ ഇരിക്കട്ടെ. മാഗ്നറ്റിക് ഡൈപോളിൽ ഞാൻ അല്ലെങ്കിൽ ബാർ മാഗ്നറ്റ് അങ്ങിരിക്കുക അല്ലെങ്കിൽ കോമ്പസ് അങ്ങിരിക്കുക. ഇങ്ങനെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഇസ് ആംഗിൾ ബിറ്റ്വീൻ ദ പോൾ ഓർ ഡൈപോൾ ആസ് വെൽ ആസ് ദ മാഗ്നറ്റിക് ഫീൽഡ്, θ is 90 ഡിഗ്രി. അപ്പോൾ ഫസ്റ്റ് കേസ് θ is 90 ഡിഗ്രി. അപ്പോൾ θ 90 ഡിഗ്രി ആണെങ്കിൽ കോസ് 90 ഡിഗ്രി ഇട്ട് കഴിഞ്ഞാൽ എന്തായി, ടേം മൊത്തം പോയി അല്ലേ. സോ UM is equal to 0. So magnetic potential energy becomes 0. But guys, ഇതല്ല ലീസ്റ്റ് വാല്യൂ. ഇനിയും ലീസ്റ്റ് വാല്യൂ നമുക്ക് നോക്കാം. സെക്കൻഡ് കേസ് എടുക്കാം കേട്ടോ. വാട്ട് ഇസ് θ? ലെറ്റ്സ് സേ ദ ആംഗിൾ ഇസ് 0 ഡിഗ്രി. അപ്പോൾ കോസ് 0 ഇട്ട് കഴിഞ്ഞാൽ എന്താ 1. സോ മൈനസ് MB വരും അല്ലേ. സോ പൊട്ടൻഷ്യൽ എനർജി ഈസ് മൈനസ് MB. അപ്പോൾ 0 ആണോ ചെറുത്, മൈനസ് വാല്യൂ ആണോ ചെറുത്, മൈനസ് വാല്യൂ അല്ലേ. അപ്പോൾ എനിവേസ് ഇനി തേർഡ് കൂടി നോക്കിയിട്ട് നമുക്ക് നോക്കാം. What happens when θ is 180 degree? Now 0 ഡിഗ്രീൻ്റെ പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ എന്താണെന്ന് അറിയണ്ടേ. സോറി ഗൈസ്, അത് ഞാൻ ജമ്പ് ചെയ്തു. സപ്പോസ് ദിസ് ഇസ് യുവർ മാഗ്നറ്റിക് ഫീൽഡ്. എപ്പോഴും നമ്മുടെ നീഡിലിൻ്റെ നോർത്ത് പോളിന് ആഗ്രഹം എന്താ ഉണ്ടാവുക, മാഗ്നറ്റിക് ഫീൽഡിലെ ലൈൻസിൻ്റെ ലോങ്ങാ വരുള്ളൂ കേട്ടോ, ശ്രദ്ധിച്ച് നോക്കുക. സോ ദിസ് ഇസ് യുവർ നോർത്ത് ആൻഡ് ദിസ് ഇസ് ദ സൗത്ത്. ക്ലിയർ? എന്തുകൊണ്ടാണെന്നറിയോ, എന്താ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ സൗത്തിൽ നിന്ന് നോർത്ത് ആയിരിക്കണം വരുന്നതല്ലേ, സോറി നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് ആയിരിക്കും അല്ലേ, എക്സ്റ്റേണലായിട്ട് എടുക്കുകയാണെങ്കിൽ, റൈറ്റ്. അപ്പോൾ ഇത് എക്സ്റ്റേണലിൻ്റെ ആട്ടെ, ഇത് ബാർ മാഗ്നറ്റിൻ്റെ നോർത്ത് സൗത്ത് അല്ല. ക്ലിയർ? അപ്പോൾ നോർത്തിൽ നിന്ന് സൗത്തിലേക്കാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വരുന്നുണ്ടാവുക അല്ലേ. അപ്പോൾ ഈ നോർത്ത് ഈ സൗത്തിനെ അട്രാക്ട് ചെയ്യും, ഈ സൗത്ത് നോർത്തിനെ അട്രാക്ട് ചെയ്യും. അപ്പോൾ എപ്പോഴും നോർത്ത് സൗത്തിനെ ഫേസ് ചെയ്തിട്ടാണ് പോയിക്കൊണ്ടിരിക്കുക. ക്ലിയർ? സോ അങ്ങനെയാണ് പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ കേട്ടോ. ഇനി 180 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നോർത്ത് സൗത്ത് ഇങ്ങനെ, റൈറ്റ്. ഒന്നുകൂടി ശ്രദ്ധിച്ചാൽ ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നീഡിൽ ഇങ്ങനെയാണ്, ഇത് നോർത്താവും ഇത് സൗത്താവും, റൈറ്റ്. സോ 180 ഡിഗ്രി ടു കെ കോസ് θ എന്തായിരിക്കും, -1 വരും. മൈനസ് വരുമ്പോൾ, റൈറ്റ്. അപ്പോൾ മാക്സിമം മിനിമം ഇനി എന്ന് പറഞ്ഞൂടെ വാല്യൂസ് നോക്കിയേ, മൈനസ് വാല്യൂ. അപ്പോൾ ദിസ് ഇസ് ദ മിനിമം വാല്യൂ ഓഫ് പൊട്ടൻഷ്യൽ എനർജി, റൈറ്റ്. ഇതാണ് മാക്സിമം എനർജി അല്ലേ. അപ്പോൾ നിങ്ങൾ പറഞ്ഞ ഹൗ ക്യാൻ യു സേ വെദർ ഇറ്റ് ഇസ് സ്റ്റേബിൾ ഓർ നോട്ട്. ഈ പിക്ചറിൽ തന്നെ നമുക്കറിയാം എപ്പോഴും സ്റ്റേബിൾ എന്ന് പറയുന്നത് പൊസിഷൻ ഇസ് എ പൊസിഷൻ വെയർ എ ഡൈപോൾ ഈസ് മോസ്റ്റ് കംഫർട്ടബിൾ. അപ്പോൾ ഈ പിക്ടോറിയൽ നോക്കി നോർത്ത് സൗത്ത് അടുത്തടുത്ത് വരുന്നത്. അപ്പോൾ ഏത് സെക്ഷനാണ് ഏറ്റവും കൂടുതൽ സ്റ്റേബിളായിരിക്കുന്ന, മിനിമം എനർജി ഇരിക്കുന്ന സമയത്താണ് അല്ലേ. അപ്പോൾ -MB, അതായത് ഈ പൊസിഷനിൽ വെൻ θ is 0 degree, at that time a magnetic dipole in an external uniform field is experiencing stable section or stability.
വേറാസ് ഇതിനെ ഉൾട്ടയായിട്ട് തിരിച്ചു കഴിഞ്ഞാൽ എപ്പോഴും അതിന് പഴയ രീതിയിലേക്ക് വരാനുള്ള ടെൻഡൻസി ആയിരിക്കും. അപ്പോൾ ആർക്കാണ് ഓസിലേറ്റിംഗ് ടെൻഡൻസി കൂടുതലുണ്ടാവുക? ഇയാൾക്കാണ് കൂടുതൽ ടെൻഡൻസി ഉണ്ടാവുക. സോ ദാറ്റ് മീൻസ് ഹി ഈസ് ഹൈലി അൺസ്റ്റേബിൾ ഇൻ നേച്ചർ, റൈറ്റ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ടൈം പീരീഡ് ഫ്രീക്വൻസിയിലൊക്കെ ഓസിലേഷൻ എവിടെ ഉണ്ടാവുക? ഇവിടെയാണ് ഉണ്ടാവുക. ഇത് മീഡിയം, ഇത് ഏറ്റവും ലീസ്റ്റ്. ക്ലിയർ ആവുമ്പോൾ വിചാരിക്കുന്നത്, റൈറ്റ്. സോ മാഗ്നറ്റിക് ഫീൽഡ് നമുക്കറിയാൻ പറ്റും എന്ത്? by using, or we can calculate the magnitude of a magnetic field in which a bar magnet is kept by using this equation. Clear? By knowing in which speed it is rotating or what is the time period of its rotation, we can easily calculate the magnetic field in which that dipole or magnet has been kept. ക്ലിയർ. ഇനി ഒരു ചെറിയ സെക്ഷൻ കൂടി കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു ടോപ്പിക്കിലേക്ക് പോകാനുണ്ട്. ദാറ്റ് ഈസ് എർത്ത്സ് മാഗ്നറ്റിസത്തിലേക്ക് പോകാനുണ്ട്. അതിന് മുമ്പ് വിൽ ഗോ വിത്ത് എ സ്മോൾ സെക്ഷൻ ദാറ്റ് ഈസ് മാഗ്നറ്റിസം ആൻഡ് ഗോസ് ലോ, റൈറ്റ്. അപ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് ഒക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നത്. നമ്മുടെ ഇലക്ട്രിക് ഫീൽഡിൽ ഫ്ലക്സ് പഠിച്ചിട്ടുള്ള മാതിരി തന്നെ മാഗ്നറ്റിക് ഫീൽഡിനും ഫ്ലക്സ് ഉണ്ട് കേട്ടോ, റൈറ്റ്. ഗോസ് ലോ ഇലക്ട്രിസിറ്റിയിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെന്ന് വിചാരിക്കുന്നു. ബട്ട് ഐ വിൽ റീട്രാക്ട് ദാറ്റ് ഇക്വേഷൻ ഗൈസ്. അതായത് എന്താ പറയുന്നത്? ഒരു ക്ലോസ്ഡ് സർഫസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ദ ടോട്ടൽ ഫ്ലക്സ് എൻക്ലോസ്ഡ് ഇൻ ദാറ്റ് സർഫസ് ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു or the charge enclosed or 1/4 charge enclosed by the surface. അങ്ങനെയായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ സപ്പോസ് ഒരു കാര്യം ശ്രദ്ധിക്കുകയാണ് കേട്ടോ. ഞാൻ ചാർജസ് ഒരു പ്ലസ് ക്യൂ ചാർജും മൈനസ് ക്യൂ ചാർജും എന്ന് പറഞ്ഞിട്ട് ഡൈപോൾ കൺസിഡർ ചെയ്യാണ്, റൈറ്റ്. അപ്പോൾ ഇതൊരു പ്ലസ് ക്യൂ ചാർജ്, ഇതൊരു മൈനസ് ക്യൂ ചാർജ്, റൈറ്റ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഒന്ന് വരച്ച് നോക്കിയാലോ. അപ്പോൾ ഇവിടെ നിങ്ങോട്ട് റൈറ്റ് ക്യൂയിലേക്ക് ഉള്ളിലേക്ക് റൈറ്റ്, ഇതിൻ്റെ പുറത്തേക്ക് അങ്ങനെ കുറേ ലൈൻസ് ഔട്ട്സൈഡ് ഇൻ റൈറ്റ്. ഇതാണ് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇൻ ദ കേസ് ഓഫ് അവർ ഇലക്ട്രിക് ഡൈപോൾ, റൈറ്റ്. അപ്പോൾ നമുക്ക് ഇതേമാതിരി ഒരു ബാർ മാഗ്നറ്റിനും ലൈൻസ് വരച്ച് നോക്കാം, റൈറ്റ്. ഇത് സൗത്ത് നോർത്ത്. അപ്പോൾ ഇൻസൈഡിൽ സൗത്ത് നോർത്ത്, ഓക്കെ. നോർത്തിൽ നിന്ന് ഫീൽഡ് ലൈൻസ് പോകുന്നു, സൗത്തിലേക്ക് ഫീൽഡ് ലൈൻസ് വരുന്നു. കണ്ടിന്യൂസ് മോഷൻ. ഇവിടെ ഒരു ലൂപ്പും വരച്ച് വയ്ക്കാം, നോർത്ത് ടു സൗത്ത്, റൈറ്റ്. ദിസ് ഈസ് യുവർ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്, റൈറ്റ്. അപ്പോൾ ഇനി നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഗോസ് പറഞ്ഞത് ചാർജിൻ്റെ കേസിൽ എന്താണ്? ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് അല്ലേ. അതാണ് നമ്മുടെ ഫ്ലക്സ് എന്തായിരുന്നു? നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് പെർ യൂണിറ്റ് ഏരിയ. ഒരു കുഞ്ഞ് ഏരിയയിൽ എത്ര ഫ്ലക്സ് വരുന്നു അല്ലേ, അത് റിമെമ്പർ ചെയ്യുക കേട്ടോ. ദറ്റ് ഈസ് ഈക്വൽ ടു ഫൈവ് ഇസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ നോട്ട് അല്ലേ. ദറ്റ് ഈസ് യുവർ മാഗ്നറ്റിക് ഫ്ലക്സ് ഓർ ഗോസസ് ലോ. അതൊരു ക്ലോസ് സർഫസിൽ എടുക്കുകയാണെങ്കിൽ ഇതാണ് ഇക്വേഷൻ. ദറ്റ് ഈസ് ഫൈവ് ഇസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ നോട്ട്, അല്ലെങ്കിൽ ഇ ഡോട്ട് ഡി എസ് ഇസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ നോട്ട്. പക്ഷെ ഗോസ് പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ മാഗ്നറ്റിൻ്റെ കേസിലെടുക്കുമ്പോൾ എനി സർഫസ് എടുത്താലും ഇൻ്റഗ്രൽ ഇന് പകരം നമ്മൾ എന്ത് ചെയ്യണം? ബി ഡോട്ട് ടി എസ് എന്തായിരിക്കും? 0. ദാറ്റ് ഇസ് ദർ ഇസ് നോ ഫ്ലക്സ്. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ കേസിൽ എടുക്കുകയാണെങ്കിൽ ദ മാഗ്നറ്റിക് ഫ്ലക്സ് ത്രൂ എനി സർഫസ് ഈസ് 0. ഇതാണ് ഗോസ് പറഞ്ഞത്. ഏത് സർഫസ് എടുത്താലും അവിടെ എന്തില്ല? മാഗ്നറ്റിക് ഫ്ലക്സ് ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇനി എന്താണെന്ന് അതിൻ്റെ ലോജിക്ക് എന്താണെന്ന് പറയാം. അപ്പോൾ ആദ്യം നമുക്കിത് വൃത്തിയായിട്ട് മനസ്സിലാവണം. എന്ത്? ചാർജിൻ്റെ കേസ് നോക്കാം. നമുക്ക് രണ്ട് സർഫസ് കൺസിഡർ ചെയ്യാം. സപ്പോസ് ഈ ചാർജിന് ചുറ്റുമായിട്ട് ഇതിനെ ഞാൻ ഇങ്ങനെയാണ് എൻറ്റിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. നമുക്ക് വേറെ കളർ യൂസ് ചെയ്യാം ഇഫ് യു വാണ്ട്. ദിസ് ഇസ് ദ എൻറ്റിറ്റി ഐ വാണ്ട് ടു കൺസിഡർ. ഓക്കെ, ഈ സർഫസ് കേട്ടോ. I want to consider that surface. That is a closed surface. Gaussian surface consider ചെയ്തു. ആ ഗോസിയൻ സർഫസിലെ മാത്രം ഇതേ ഇക്വേഷൻ വെച്ചിട്ട് ഞാൻ ഫൈ ഈസ് ഈക്വൽ ടു എന്തെന്ന് പറയാം? ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് അല്ലേ. അതിൻ്റെ സർഫസ് ഏരിയ ചാർജ് എൻക്ലോസ്ഡ് എത്ര വരിക? പ്ലസ് ക്യൂ ബൈ എപ്സിലോൺ നോട്ട് അല്ലേ. ഫ്ലക്സ് ഉണ്ട് അല്ലേ? ഉണ്ട്. എന്നാൽ ഞാൻ വേറൊരു സെക്ഷൻ ഇപ്പോൾ ഏതെങ്കിലും ഒരു പോയിൻ്റ് എടുത്തു എന്ന് വിചാരിക്കുക. സോ ദാറ്റ് എ പോയിൻ്റ് കൺസിഡർ ലൈക്ക് ദിസ്. ഈ ഒരു ഏരിയ കൺസിഡർ ചെയ്യുന്ന വിചാരിക്കുക. ഈ ഏരിയ ബി ആണെന്ന് വിചാരിക്കുക. അവിടെ ഫൈ എന്താ വരിക? ഈ ഏരിയയിൽ അവിടെ ചാർജ് ഇല്ല അല്ലേ. സോ ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് എഴുതി കഴിഞ്ഞാൽ ചാർജ് അവിടെ എന്താ? 0 ആയി. സോ ഫൈ ഈസ് ഈക്വൽ ടു 0.
ചാർജ് ഇല്ല എന്ന് പറഞ്ഞാൽ അവിടെ ചാർജ് എക്സിസ്റ്റൻസ് ഇല്ല എന്നോ, അല്ലെങ്കിൽ എനിക്ക് എന്ത് പറയാം, അവിടെ ഈക്വൽ എമൗണ്ട് ഓഫ് ഓപ്പോസിറ്റ് ചാർജസ് ഉണ്ടെന്ന് അറിയാം അല്ലേ? അല്ല, അല്ലെങ്കിൽ എനിക്ക് എങ്ങനെയും പറയാം എത്ര ഫീൽഡ് ലൈൻസ് ഉള്ളിലേക്ക് പോകുന്നുണ്ടോ അത്ര തന്നെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പുറത്തേക്ക് പോകുന്നുണ്ടാവുമായിരിക്കും അല്ലേ? ദർ ആർ മെനി ചാൻസസ് റൈറ്റ്. സോ ഫ്ലക്സ് ഇവിടെ നമുക്ക് സീറോ ആയിട്ടുള്ള എന്താ, ചാർജ് അവിടെ എക്സിസ്റ്റിംഗ് ഇല്ല എന്നുള്ള കാര്യം എളുപ്പമാണ്. ക്ലിയർ ആവുന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഇതേ രൂപത്തിൽ നമുക്ക് മാഗ്നറ്റിൻ്റെ കേസും പറയാം. മാഗ്നറ്റ് മാഗ്നറ്റിൻ്റെ സെക്ഷനിൽ ഇവിടെ ഞാനൊരു ഏരിയ അതേമാതിരി എടുത്തു വിചാരിക്കുക എ, റൈറ്റ്. അവിടെ എവിടെയെങ്കിലും ഇവിടെ ചാർജ് അല്ലേ, ചാർജിന് ഈക്വലൻ്റ് ആയിട്ട് നമ്മൾ മാഗ്നറ്റിൽ എന്താ പറയുക, വിസേ പോൾ സ്ട്രെങ്ത് അല്ലെങ്കിൽ പോൾ ഉണ്ടാവണം. ഇവിടെ പോളുണ്ടോ? ഇല്ല, ഈ ഏരിയയിൽ പോളില്ല. അപ്പോൾ ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എസ് ഇപ്പോൾ നമ്മൾ പറയുകയാണ് പോൾ എൻക്ലോസ്ഡ് എന്ന് പറയുകയാണെങ്കിൽ, ചാർജ് എൻക്ലോസ് പകരം പോൾ എൻക്ലോസ്ഡ് ഉണ്ട്. ഇവിടെ പോളുണ്ടോ? ഇല്ല. സോ അഗെയിൻ ദാറ്റ് ഇസ് സീറോ. ഇനി അപ്പോൾ നമുക്ക് അതിനെ അപ്പോൾ പറയുകയാണ് വേറെ സർഫസ് ഇതിൻ്റെ മുകളിൽ എടുത്താലോ, അല്ലെങ്കിൽ സപ്പോസ് ഈ മുകളിൽ മാഗ്നറ്റിനെ എടുത്തു എന്നിരിക്കുക, അപ്പോൾ പോളില്ലാത്തതിന് പ്രശ്നമില്ലല്ലോ. വി ആർ ഗോയിങ് ടു കൺസിഡർ ദ എൻറ്റയർ ഏരിയ വേർ ദ മാഗ്നറ്റ് ഈസ് എക്സിസ്റ്റിംഗ്. അപ്പോഴും അവിടെ ബി ഡോട്ട് ഡി എസ് സീറോ ആണെന്നാണ് ഗോസ് പറയുന്നത്. എന്തുകൊണ്ടായിരിക്കാം നോക്കിയേ, ഇപ്പോൾ ഒരു ഒറ്റ ലൂപ്പ് മാത്രം നോക്കട്ടെ. ഈ ലൂപ്പ് നോക്കിയേ, സൗത്തിൽ നിന്ന് നോർത്തിലേക്ക് പോയിട്ട് തിരിച്ച് സൗത്തിലേക്ക് തന്നെ എത്തി അല്ലേ, ഒരു ലൂപ്പാണ് ഫോം ചെയ്യണത്. അപ്പോൾ എനിക്ക് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ ഒരു ഏരിയ കൺസിഡർ ചെയ്യുന്നു വിചാരിച്ചു കഴിഞ്ഞാൽ, ആ ഏരിയയിൽ നിന്ന് ഫീൽഡ് ലൈൻസ് പോയിട്ടുണ്ടെങ്കിൽ അതേ ഏരിയയിലേക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും, തിരിച്ചു വരുന്നുണ്ടെന്ന്. ഒരു ലൂപ്പാണെന്ന്, പോയ ലൈൻസ് തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസിൻ്റെ പെർട്ടിക്കുലർ ഏരിയ എന്ന് പറയുന്നതാണല്ലോ ഫ്ലക്സ് അല്ലേ. അപ്പോൾ അതായത് ഫൈ ഈസ് ഈക്വൽ ടു amount of field lines B by A, റൈറ്റ്. അപ്പോൾ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എത്രയാണ് പോകുന്നതും വരുന്നത്. ഇതിനെ പോകുന്നതിന് ഞാൻ പ്ലസ് ആയിട്ട് എടുക്കുകയാണ്, വരുന്നതിന് ഞാൻ മൈനസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് എത്രയാണ്, സീറോ ആണ് അല്ലേ. ദാറ്റ്സ് വൈ എനി ക്ലോസ് സർഫസ് ആസ് പെർ ഗോസ് ഇസ് ഹാവിങ് നോ മാഗ്നറ്റിക് ഫീൽഡ്. ക്ലിയർ ആവുന്നിരിക്കുന്നത് റൈറ്റ്. അപ്പോൾ നമ്മൾ അവിടുത്തെ ഇതേമാതിരി നമുക്ക് കറണ്ടിനും പറയാം റൈറ്റ്. അപ്പോൾ ഗോസ് ഇതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ പോയിന്റ് കൂടി പറഞ്ഞു, അതായത് മോണോപോൾ എന്ന് പറഞ്ഞത് എക്സിസ്റ്റേ ചെയ്യണില്ല എന്ന് അദ്ദേഹമാണ് ആദ്യമായിട്ട് സ്ഥിരീകരിച്ച് പറഞ്ഞത്. ദാറ്റ് ഈസ് നോ മാഗ്നറ്റ് ക്യാൻ എക്സിസ്റ്റ് ആസ് എ സിംഗിൾ പീസ്, അതായത് ഓൾവേസ് ദർ ഇസ് എൻ എക്സിസ്റ്റിംഗ് ഓഫ് എ നോർത്ത് പോൾ ആൻഡ് എ സൗത്ത് പോൾ. ക്ലിയർ ആവുന്നതായിരിക്കുന്നു റൈറ്റ്.